ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024-25 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. 101 × 102 = 10302 ചുവടെ നൽകിയിരിക്കുന്ന ക്രിയകൾ പരിശോധിക്കുക. എന്നിട്ട് കുറച്ച് ക്രിയകൾ തന്നിട്ടുണ്ട്. താഴെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരേ ഗുണനഫലം വരുന്ന ക്രിയകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെയും ഗുണനഫലം എന്താണെന്ന് നോക്കണം. എന്നിട്ട് അതിൽ ഒരേ ഗുണനഫലം വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. 101 × 102 = 10302 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓരോന്നിനും പോയിന്റ് എവിടെയാണ് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ നോക്കൂ, 1.01 × 10.2 അല്ലേ. അപ്പോൾ എവിടെയാണ് വരുന്നത്? ആൻസർ 10302 എന്ന് എഴുതുക. എന്നിട്ട് പോയിന്റ് എവിടെയാണെന്ന് നോക്കുക. നോക്കൂ, ആ ക്വസ്റ്റ്യനിൽ എത്ര സ്ഥാനമാണുള്ളത്? 1.01, അവിടെ 2 ഉണ്ട്, പിന്നെ അടുത്തതിൽ 1 ഉണ്ട്. അങ്ങനെ 3 സ്ഥാനം മാറ്റിയിട്ട് വേണം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് 3 സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുക്കുമ്പോൾ എത്രയായിരിക്കും അത്? 10.302 എന്ന് കിട്ടൂലേ. ഇനി അടുത്തത് എന്താണ്? 0.101 × 10.2. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണുള്ളത്? 3ഉം 1ഉം 4 സ്ഥാനം അല്ലേ. അപ്പം 4 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതുക? വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് വായിക്കുക? 1.0302 എന്ന് ആൻസർ കിട്ടും. ഇനി സി നോക്കൂ, 10.1 × 10.2. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 സ്ഥാനമാണുള്ളത് അല്ലേ. 2 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വേണം. അപ്പോൾ എങ്ങനെ എഴുതാം? 103.02 നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഇനി ഡി നോക്കൂ, 101 × 0.102 അല്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് 3 എണ്ണമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 10.302 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ, 1.01 × 0.102 അല്ലേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ 1 2 3 5 സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലും 5 സംഖ്യ വേണം അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 5 സംഖ്യ വേണം. അപ്പോൾ എങ്ങനെ എഴുതാം? 10302 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ 5 സംഖ്യ മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ 5 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0.10302 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരേപോലെ വരുന്ന ആൻസർ വരുന്നത് ഏതിനൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരേപോലെ ആൻസർ വന്നത് ഏതിനൊക്കെയാണ്? എക്കും ഡിക്കും ഒരേ ആൻസറാണ് അല്ലേ. 10.302 എന്ന് എക്കും ഡിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എന്ത് എഴുതാം? എ 1.01 × 10.2 = 10.302. ഡി 101 × 0.102 = 10.302 എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി എന്താ നോക്കൂ. ഏറ്റവും വലിയ ഗുണനഫലമുള്ള ക്രിയയും ഏറ്റവും ചെറിയ ഗുണനഫലമുള്ള ക്രിയയും കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഓരോന്നിൻ്റെയും ഗുണനഫലം ആദ്യം ചെയ്തു വെച്ചിരുന്നു അല്ലേ. അല്ല, ഏറ്റവും വലുത് ഏതാണ്? ഗുണനഫലം വലുത് വരുന്നത് ഏതിനാണ്? നോക്കൂ, എൻ്റെത് 10 പോയിൻ്റാണ്, ബീൻ്റെത് 1 പോയിൻ്റാണ്, സീൻ്റെത് 103 പോയിൻ്റാണ്, ഡീൻ്റെത് 10 പോയിൻറ്റും പിന്നെ ഈൻ്റെത് 0 പോയിൻറ്റുമാണ്. അപ്പോൾ ഏറ്റവും വലുത് വരുന്നത് ഏതാണ്? സീൻ്റെതാണ് അല്ലേ. സീൻ്റെ ആൻസർ വരുന്നത് 103.02 അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്ത് എഴുതാം? വലിയ ഗുണനഫലമുള്ള ക്രിയ സമം 10.1 × 10.2 അല്ലേ. ഇനിയോ ചെറിയ ഗുണനഫലമുള്ള ക്രിയ ഏതാണ്? 0 പോയിൻ്റ് ആൻസർ വരുന്നതുണ്ട് അല്ലേ. അതല്ലേ ഏറ്റവും ചെറുത്. അപ്പോൾ ഓപ്ഷൻ ഇ അല്ലേ. അതായത് 1.01 × 0.102 ഏറ്റവും ചെറിയ ഗുണനഫലമുള്ള ക്രിയ എന്ന് പറഞ്ഞത്. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 0.10302 എന്നാണ് അതിന് കിട്ടുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ പിന്നെ 1.01 × 0.102 എന്ന് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ശരിയാണ് ആ ആൻസർ. അതായത് ഗുണനഫലം എഴുതിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി എന്താണ് നോക്കൂ. 101നെ താഴെ കൊടുത്തവയിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1030.2 കിട്ടും അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്കറിയാം 101നെ 102 കൊണ്ട് ഗുണിച്ചാൽ 10302 എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതിൽ സ്ഥാനം പോയിന്റ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ആണുള്ളത് അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ഗുണിക്കണേലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വേണം. 101 എന്നുള്ളതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് സംഖ്യകളില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന പിന്നെ ഇനിയുള്ള ഓപ്ഷൻസിൽ ഏതിലാണ് പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഉള്ളത് നോക്കുക. ഓപ്ഷൻ എ എന്താണ്? 102 ആണ്. ഓപ്ഷൻ ബിയോ
1.02 ഓപ്ഷൻ സി എന്താണ് 10.2 അല്ലേ. അപ്പോൾ 10.2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 1030.2 എന്ന് ആൻസർ കിട്ടും. അതായത് 101നെ 10.2 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സിൻ്റെ ആൻസർ എന്ത് എഴുതാം? ഓപ്ഷൻ സി 10.2 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ 1:3 എന്ന അംശബന്ധത്തിലാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. നോക്കൂ, ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? 2 × നീളം പ്ലസ് വീതിയാണ് അല്ലേ. 2 × നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞത് 40 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ് 40. അപ്പോൾ ആ ഗുണിക്കണം എന്നുള്ള ആ 2നെ നമ്മൾ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് ഹരിക്കണം എന്നാവൂലേ. അപ്പോൾ 40 ഹരിക്കണം 2 എന്ന് കിട്ടും. 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 20 ആണ്. അപ്പോൾ നീളം പ്ലസ് വീതി എന്നുള്ളത് നമുക്ക് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം വശങ്ങളുടെ അംശബന്ധം 1:3 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 1നെയും 3നെയും കൂടിയും കൂട്ടുക. ഇപ്പോൾ നോക്കൂ, 1ഉം 3ഉം കൂട്ടിയാൽ 4, അതായത് വശങ്ങളുടെ അംശബന്ധം കൂട്ടിയാൽ 4 ആണ്. എന്നാൽ വശങ്ങൾ കൂട്ടിയാലോ 20 ആണ് അല്ലേ. 1ഉം 3ഉം അതായത് നീളവും വീതിയും കൂടിയും കൂട്ടിയാൽ, നീളവും വീതിൻ്റെ അംശബന്ധം കൂട്ടിയാൽ 4 ആണ്. നീളവും വീതിയും തന്നെ കൂട്ടിയാൽ 20 ആണ്. അപ്പം 4 എന്നുള്ളത് 20 ആകാൻ എന്ത് ചെയ്യണം? 4ൻ്റെ എത്ര മടങ്ങാണ് 20 എന്ന് പറഞ്ഞത്? 4നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 20 കിട്ടുന്നത്. 20നെ 4 കൊണ്ട് ഹരിച്ചു വയ്ക്കാൻ മതി കേട്ടോ. അപ്പോൾ 20നെ 4 കൊണ്ട് ഹരിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 4ൻ്റെ 5 മടങ്ങാണ് 20. അപ്പം നമ്മൾ വശങ്ങളുടെ അംശബന്ധത്തിൽ തന്നിട്ടുള്ള 1നെയും 5 കൊണ്ട് ഗുണിക്കുക, 3നെയും 5 കൊണ്ട് ഗുണിക്കുക. 1നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 എന്ന് കിട്ടും. 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 15 എന്നും കിട്ടും. അപ്പോൾ നീളം വീതി എന്തായി? 5ഉം 15ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? പരപ്പളവാണ് അല്ലേ. ചതുരത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? നീളം ഇൻറ്റു വീതിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 15 × 5 കാണാം. 15 × 5 എത്രയാണ്? 75 എന്ന് കിട്ടും. 75 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ആ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ചതുരത്തിൻ്റെ പരപ്പളവും ഇതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നോക്കൂ. ചതുരത്തിൻ്റെ പരപ്പളവ് 75 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതേ ചുറ്റളവിലുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതേ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ. ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഒരു വശം എത്രയായിരിക്കും? സമചതുരായതുകൊണ്ട് വശങ്ങൾ ഒരേപോലെ ആയിരിക്കും. 4 വശവും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ 4A ആണ് പിന്നെ 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A എത്രയായിരിക്കും? ഒരു വശം എത്രയായിരിക്കും? 40 ഹരിക്കണം 4, അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഒരു വശത്തിൻ്റെ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടിയാൽ പരപ്പളവ് കാണാം. എങ്ങനെയാണ്? 10 × 10, എല്ലാ വശവും തുല്യമല്ല. അതായത് 10 × 10, 10 × 10 എന്ന് പറയുമ്പോൾ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് 75 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ പരപ്പളവോ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? 75:100 അല്ലേ. 175 1 100 അല്ലേ. അപ്പോൾ 75:100 എന്ന് എഴുതാം. ഇനി നമുക്കതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണം. ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 2ലും 25 ഉണ്ടല്ലോ. 75ൽ 3 25ഉം 100ൽ 4 25ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് 3:4 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ആ 25നെ വെട്ടി ഒഴിവാക്കുമ്പോൾ 3:4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നീളവും വീതിയും 3:2 ആയ അളവുകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് 3:2 എന്നുള്ള അംശബന്ധത്തിൽ വന്നിട്ടുള്ളത് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് നോക്കൂ. നീളം 3 മീറ്ററും വീതി 1.5 മീറ്ററുമാണ്. അപ്പം നീളം 3 ആണ്. അപ്പോൾ വീതി 2 ആയെങ്കിലേ ആ ഒരു 3:2 എന്നുള്ള അംശബന്ധത്തിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. ഇനി അടുത്തതോ, നീളം 75 സെൻറ്റിമീറ്റർ, വീതി 25 സെൻറ്റിമീറ്ററാണ്. നീളം 75 എന്നുള്ളതിനെ ചെറുതാക്കുമ്പോൾ എന്താവും? 75 എന്നുള്ളതിലും 25 എന്നുള്ളതിലും 25 ഉണ്ട് അല്ലേ. 75ൽ എത്രയാണ്? 3 25ആണ് 75. പിന്നെ 25 എന്ന് പറഞ്ഞാൽ 1ആണ്. അപ്പം 3:1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതും എന്തല്ല? 3:2 എന്ന് പറഞ്ഞ അംശബന്ധത്തിലല്ല വരുന്നത്. ഇനി ഓപ്ഷൻ സി എന്താണ് നോക്കൂ. നീളം 2 മീറ്ററും വീതി 1.5 മീറ്ററുമാണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്? 1.5 എന്നുള്ളതിനെ നമ്മളൊന്ന് മാറ്റിയിട്ട് എണ്ണൽ സംഖ്യൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് 2നെയും 2 കൊണ്ട് ഗുണിക്കുക, 1.5നെയും 2 കൊണ്ട് ഗുണിക്കുക. 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 എന്നും 1.5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 എന്നും കിട്ടും. അതായത് 4:3. ഇനി അതിനെ ചെറുതാക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ 4:3 എന്നാണ് അത് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? 3:2 ആണ്. ഇനി അടുത്തത് നോക്കൂ.
നീളം 6 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 6:4 എന്നുള്ളതിനെ ചെറുതാക്കുമ്പോൾ എങ്ങനെയാണ്? 6ലും 4ലും 2 ഉണ്ട്. 6ൽ എത്ര 2 ഉണ്ട്? 3 2ആണ് 6 എന്ന് പറഞ്ഞാൽ. 4ൽ എത്ര 2 ഉണ്ട്? 2 2 ആണ് അല്ലേ. അപ്പോൾ 3:2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 3:2 എന്നുള്ള അംശബന്ധത്തിൽ വരുന്ന അളവ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററും എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി പ്രവർത്തനം 3 നോക്കാം. ഒന്നാം കോളത്തിന് സമാനമായ ക്രിയകൾ രണ്ടാം കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. 125 - 75 - 25. അപ്പോൾ അതിൽ സമാനമായത് മറ്റേ കോളത്തിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നോക്കൂ, 125 75 കുറക്കുക, എന്നിട്ട് അതിൽ നിന്ന് 25 കുറക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 125 ആ 75 25 കൂടിയും കൂട്ടിക്കാണ്ട് അതങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ അതില്ലേ അപ്പുറത്തെ കോളത്തിൽ വരുന്നുണ്ടല്ലോ അല്ലേ. അതായത് 125 - 75 + 25 എന്നുള്ളത്. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ഇതില്ലേ ഓപ്ഷന്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കൂ. 125 - 75 - 25. അപ്പോൾ അതിനേതാണ് വരുന്നത് നോക്കൂ. അതിന് സമാനമായിട്ടുള്ളത് ഏതാണ് അപ്പുറത്തെ കോളത്തിൽ വരുന്നത്? നമുക്കറിയാം എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്നുള്ളതിന് പകരം എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് കൊടുത്താൽ മതി. ആ ഒരു രൂപത്തിൽ അടുത്ത കോളത്തിൽ ഏതാ വരുന്നത്? 125 - 75 + 25 എന്ന് എഴുതാം അല്ലേ. അത് രണ്ടും എന്താണ്? തുല്യമാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. 125 + 75 - 25 എന്നാണ് അല്ലേ. അതായത് എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് എന്ന് എഴുതിയാൽ മതി. അതായത് 125 + 75 - 25 അതുണ്ടല്ലോ ആ ബോക്സിൽ. അപ്പോൾ അത് നമുക്ക് മൂന്നാമത്തിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് മറ്റതും കൂടെ ചെയ്താൽ ഏതാണോ കറക്റ്റ് ആൻസർ, ഒരേപോലത്തെ ആൻസർ വരുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതിൽ ക്വസ്റ്റ്യൻ ഡി നോക്കൂ. 125 + 75 + 25 അതിന് സമാനമായത് ഏതാണ് അപ്പുറത്തുള്ളതെന്നാണ് നോക്കേണ്ടത്. ഏതാണ്? 125 + 75 + 25 എന്ന് എഴുതാം അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു പ്രവർത്തനത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ഇ ഉണ്ട് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് ആ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയത് എന്നതിനെ ബീജഗണിതം ഉപയോഗിച്ച് സൂചിപ്പിച്ചത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ബീജഗണിത വാചകങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? നോക്കൂ, സംഖ്യനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞത് എന്തായി? 4x ആയി അല്ലേ. പിന്നെ 3 മടങ്ങ് എന്ന് പറഞ്ഞാലോ 3x. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവ കൂട്ടിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4x-ഉം 3x-ഉം കൂടെ കൂട്ടിയത്. അതായത് 4x + 3x. അതായത് ക്വസ്റ്റ്യൻ ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ നോക്കൂ. ഉണ്ട് അല്ലേ. അതിൽ രണ്ടാമത്തെ ഓപ്ഷന് തന്നിട്ടുള്ളത് എന്താണ്? 4x + 3x ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 4x + 3x നമുക്ക് എഴുതാൻ പറ്റും. ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കൂ. 5 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം 5 മുതൽ 10 വരെയുള്ള സംഖ്യകളെ ഘടകങ്ങളാക്കിയിട്ട് മാറ്റി എഴുതാം. നോക്കൂ, 5 അഭാജ്യ സംഖ്യ തന്നെയാണ്. അപ്പോൾ 5നെ നമുക്ക് 5 എന്ന് തന്നെ എഴുതിയാൽ മതി. 6 ആണെങ്കിലോ 6നെ ഘടകങ്ങളാക്കുമ്പോൾ 2 × 3 ആണ് അല്ലേ. അപ്പോൾ 6ന് നമുക്ക് 2 × 3 എന്ന് കൊടുക്കാം. 7 അഭാജ്യ സംഖ്യയാണ്, അതുകൊണ്ട് 7 എന്ന് തന്നെ എഴുതാം. 8 ആണെങ്കിലോ 2 × 2 × 2 ആണ് അല്ലേ. 8നെ നമ്മൾ ഘടകങ്ങളാക്കി മാറ്റുമ്പോൾ ആദ്യം 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ 4 കിട്ടും. 4നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ 2 കിട്ടും. അങ്ങനെ 2 × 2 × 2 ആണ് എന്ത്? 8 എന്ന് പറയുന്നത്. 9നെ ഘടകങ്ങളാക്കുമ്പോഴോ 3 × 3 എന്നും കിട്ടും. 10നെയോ 2 × 5 എന്നും കിട്ടും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവയുടെ ഗുണനഫലത്തെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമാക്കി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സംഖ്യനെയും അഭാജ്യ സംഖ്യയാക്കി മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണനഫലം എന്ന് പറയുമ്പോൾ അതിനൊന്നിച്ച് ഗുണിക്കുന്ന രൂപത്തിൽ എഴുതാം. അതായത് 5 × 2 × 3 × 7 × 2 × 2 × 2 × 3 × 3 × 2 × 5 എന്ന് എഴുതാം അല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അതായത് രണ്ടുകളൊക്കെ അടുത്തടുത്ത് വരും. എത്ര 2 ഉണ്ട്? 5 2 അല്ലേ വരുന്നത്. അപ്പോൾ 2 × 2 × 2 × 2 × 2 എന്ന് എഴുതാം. 3 എത്ര പ്രാവശ്യം ഉണ്ട്? 3 തവണയാണുള്ളത്. അപ്പോൾ 3 × 3 × 3 എന്ന് എഴുതാം. 5 എത്ര പ്രാവശ്യം ഉള്ളത്? 1 2 2 തവണയുള്ളത് അല്ലേ. അപ്പോൾ 5 × 5 എന്ന് എഴുതാം. 7 ഒരു തവണയുള്ളത്. അപ്പോൾ × 7 എന്നും എഴുതാം. ഇനി അതിനെ കൃത്യങ്ക രൂപത്തിൽ എഴുതിയാൽ എങ്ങനെയാണ്? 2 5 തവണയല്ലേ പറഞ്ഞത്. അപ്പോൾ 2⁵5 × 3 എത്ര തവണയുള്ളത്? 3 തവണ. അപ്പോൾ 3⁵3 × 5 2 തവണയുള്ളത് അല്ലേ. അപ്പോൾ 5⁵2 × 7 ഒരു തവണയാണ്. അപ്പോൾ 7⁵1 എന്നോ അല്ലെങ്കിൽ 7 എന്ന് തന്നെ മാത്രം എഴുതിയാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഗുണനഫലത്തെ ഹരിക്കാൻ കഴിയുന്ന 3ന്റെ ഏറ്റവും വലിയ കൃതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? അതിൽ നമുക്ക് നോക്കിയാൽ മതി 3 എത്ര തവണ വരുന്നുണ്ട് എന്നുള്ളത്. 3 എത്ര തവണയാണ് വരുന്നത്? 3 തവണയാണ് അല്ലേ. അപ്പോൾ 3⁵3 എന്നോ
അല്ലെങ്കിൽ 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 27 27 എന്നോ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി എന്താ നോക്കൂ. 5 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എത്ര 10കൾ വരുന്നുണ്ട് നോക്കിയാൽ മതി. 10 നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 5ഉം 2ഉം പിന്നെ പെയറായിട്ട് എത്ര എണ്ണം എടുക്കാൻ പറ്റും നോക്കുക. 2 5 എണ്ണം ഉണ്ട്, പക്ഷേ 5 എത്ര എണ്ണം ഉള്ളത്, 2 എണ്ണേ ഉള്ളൂ അല്ലേ. 5 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ആ 5ന് ഓരോ 2 വെച്ച് കൊടുത്താൽ 2 10 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. 2 10 ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 0 എത്ര എണ്ണം ഉണ്ടാവും, 2 0 അല്ലേ. 2 10 അവസാനം ഗുണിക്കുമ്പോൾ 2 10 ഉണ്ടെങ്കിൽ പിന്നെ എന്താ വരിക, 100 എന്നല്ലേ. 10 × 10 100 അല്ലേ. അപ്പോൾ 0 എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് 2 0 ലാസ്റ്റിൽ വരിക. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.